പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. തേമ്പാമുട്ടം തലയിൽ KVLPS സ്കൂൾ അങ്കണത്തിൽ 1994, 1997 കാലഘട്ടത്തിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് നാരങ്ങ മിഠായി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. പൂർവ്വ വിദ്യാർത്ഥിയായ ഷിബുവാർ അധ്യക്ഷത വഹിച്ചു. ദീപു എസ് സ്വാഗതവും പറഞ്ഞു. നേമം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഖില MP ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിനിയായ ലക്ഷ്മി ശ്രീജിത്ത്, വാർഡ് മെമ്പർമാരായ രജിത് കുമാർ, രവീന്ദ്രൻ, നാടക കഥാകൃത്തും പ്രഭാഷകനുമായ കാർത്തികേയൻ കലമ്പാട്ട, KVLPS സ്കൂൾ HM അജിതകുമാരി, ദിവ്യ കൃതജ്ഞതയും അർപ്പിച്ചു. ചടങ്ങിൽ അധ്യാപകരായ അബ്ദുൽ സലാം, ചന്ദ്രലേഖ, പ്രഭത ടീച്ചർ തുടങ്ങിയവരെ ആദരിച്ചു. കൂടാതെ കേരള സർവകലാശാലയിൽ നിന്നും സംസ്കൃതത്തിൽ PhD നേടിയ ഡോക്ടർ GR അശ്വതിയും ചടങ്ങിൽ ആദരിച്ചു. ഇന്ന് ഞങ്ങൾ പെട്ടെന്നൊരു ബാല്യ കാലഘട്ടത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തത്. സ്കൂളിൻ്റെ ഈ ഒരു അന്തരീക്ഷം തന്നെ ഇപ്പോൾ നല്ല മാറ്റത്തിലാണ്. ആ അന്തരീക്ഷത്തിലും ഞങ്ങളുടെ ഓർമ്മകൾ പെറുക്കിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചു. ഇന്ന് വളരെയധികം സന്തോഷം തോന്നിയ ഒരു ദിനമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇനി നമുക്ക് ഓർത്തു വയ്ക്കാനുള്ള ഒരു ദിനം കൂടെയാണ് ഈ ജൂലൈ 16 എന്ന് പറയുന്ന ദിവസം. കാരണം നമ്മളെ ആ 94-97 ബാച്ച് KVLPS തലയിൽ സ്കൂളിലെ 94-97 ബാച്ചിലെ എല്ലാ സുഹൃത്തുക്കളും ഒത്തുചേർന്നു. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാരങ്ങ മിഠായി എന്ന നാമധേയത്തിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങുകയും ഈ സ്കൂളിലെ കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും ക്രയോൺസ് ഞങ്ങൾ നൽകി കൊണ്ടാണ് ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ചത്. അധ്യാപകരെല്ലാം എത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറെ സന്തോഷമുണ്ട്. ഇവിടെ അതിയായ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാൾ കേരള സംസ്കൃത സർവകലാശാലയിൽ നിന്നും PhD നേടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഇന്ന് നമ്മളിവിടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അശ്വതിയാണ്, GR അശ്വതി, ഡോക്ടർ GR അശ്വതിയെ നമ്മൾ ക്ഷണിക്കുകയാണ്. ഏറെ സന്തോഷം തരുന്ന ഒരു ദിവസമാണിന്ന്. കാരണം എന്നെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരോടൊപ്പം സമയം പങ്കിടാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. പിന്നെ നമുക്ക് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഏറ്റവും നമ്മൾ എവിടെ പോയാലും നമുക്ക് ഒരു ബഹുമാനം തരുന്ന ഒന്നാണ്. അതിനെ ആദ്യമായിട്ട് കണ്ടുപഠിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ നഴ്സറിയിലെ ടീച്ചറാണ്, ദീപുവിൻ്റെ അമ്മ, അവിടുത്തെ അല്ലേ ഏറ്റവും ഉണ്ടായിരുന്ന അമ്മ. എല്ലാവരും ഞാൻ ആൻറ്റിയൊക്കെ ഞാൻ ഓർക്കുന്നു. നളിനി ടീച്ചറിനെ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ പ്രഭ ടീച്ചർ, അറബി സാറിൻ്റെ പേര് പോലും ഇപ്പോഴാണ് അറിയുന്നത്. കാരണം നമ്മൾ അറബി സാറേ എന്ന് മാത്രമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു നിലയിലെത്താൻ കാരണമായിട്ടുണ്ടെങ്കിൽ എൻ്റെ അധ്യാപകർ തന്നെയാണ്. എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും ഒരു മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്കൂള് ഞാൻ ഇങ്ങനെ വരുമ്പോഴൊക്കെ ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ ചെന്ന് നിരന്തരം MLA ആയിട്ട് സമീപിച്ച് ഇവിടുത്തെ മേഴ്സി ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ, അവർ 2.5 പവൻ്റെ വള പണയം വെച്ച് ഇവിടെ കുട്ടികൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ എന്നിട്ട് ഇവിടെ ചെടിച്ചട്ടി കാര്യങ്ങളെല്ലാം ആ ടീച്ചർ ഒരു കഴിവാണ്. പിന്നെ ഇവിടെ നേരത്തെ പ്രസംഗിച്ച ഒരു ടീച്ചറുണ്ട്, മിനി ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ ഈ സ്കൂളിൽ വന്ന് പാവപ്പെട്ട കുട്ടികളെ വ്യത്യസ്തമായി മാറ്റി നിർത്തി പഠിപ്പിച്ച് അവരെ ഒരു 8:30 വന്ന് പഠിപ്പിക്കും. എന്നിട്ട് ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് സഹായങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ രക്ഷകർത്താക്കൾക്കൊക്കെ ഈ ടീച്ചറിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു പരിഗണനയുണ്ട്. അതും പിന്നെ അതുപോലെ തന്നെ വേറൊരു ആഗ്രഹവും കൂടെ, പൂർവ്വ വിദ്യാർത്ഥിയായ ടീമുകളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഈ സ്കൂളിനൊരു അടുത്തൊരു വ്യത്യസ്തമായ വികസന പദ്ധതിയായിട്ട് കുറച്ച് സംരംഭങ്ങൾ വാങ്ങിച്ച് കൊടുത്ത് ഇനിയും ഒരു നല്ല നിലയിലോട്ട് സ്കൂളിനെ കൊണ്ടുപോകണം. അതുകൊണ്ട് ഏറ്റവും ഒരു അഭിമാനമുള്ള ദിവസമാണിന്ന്. നഷ്ടപ്പെട്ടുപോയ കുട്ടിക്കാലത്തിന്റെ ഒരുപിടി നല്ല ഓർമ്മകളുമായാണ് സ്കൂൾ അങ്കണത്തിൽ നിന്ന് ഇവർ വിട്ടുപോയത്. GTV ന്യൂസ്, ബാലരാമപുരം.